ഹായ് ഗൈസ്, ഉച്ചയ്ക്ക് പൂട്ടിയ അടുക്കളയുടെ നട അത്താഴ പരിപാടിക്ക് വേണ്ടി തുറക്കപ്പെട്ടു. വീട്ടിൽ പോകാൻ നേരമായപ്പോ മീൻ കണ്ടിക്കാൻ ഇറങ്ങിയ എന്നെ നോക്കി സൂര്യൻ കൊഞ്ഞണം കുത്തി. എനിവേ, ഞാൻ പോകുന്നു, ബൈ ബൈ. നീ ഇരുട്ടത്തിരുന്ന് മീൻ കണ്ടിക്കുന്ന ഡയലോഗും ഇട്ട് സൂര്യൻ സ്കൂട്ടായി. സമയം കളയാതെ മുട്ടൻ തേടിനെയും കുയ്യാളെയും കണ്ടിച്ച് ഞാൻ അകത്ത് കയറി. കുഴിയാളെ ലോക്കർ വെച്ച് പൂട്ടി, തേടിനെ മസാല പെരട്ടി റെസ്റ്റ് ഇൻ പീസായി ഇരുത്തി. ഈ സന്ദർഭത്തിൽ വിശ്രമം അനിവാര്യമാണല്ലോ. അങ്ങനെ ഞാൻ കുളിച്ചു വന്ന് വിശ്രമത്തിലിരിക്കുന്ന മുട്ടൻ തേടിനെ വിളിച്ചുണർത്തി. കുറച്ചു നേരം ഇനി എണ്ണ കിടക്കെന്നും പറഞ്ഞ് പൊരിക്കാനും കയറ്റി. മനസ്സിനെ മത്ത് പിടിപ്പിക്കുന്ന മീൻ പൊരിച്ചതിന്റെ മണം അവിടെ എങ്ങും പരന്നു. പൊന്നൻ പുളിശ്ശേരിക്കൊപ്പം പൊന്നന് വേണ്ടി മാത്രമായ ഒരു ഉള്ളിത്തോരനും അവിടെ സജ്ജയായി. രാത്രി പാചകത്തിന്റെ സുഗന്ധത്തിൽ പുളകിതനായി അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിഷ്ണു എത്തി. ആൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ട് പെയിന്റ് ഇളവി. അതിനാണ് ഈ ഗഡ്വാസീസ് ആശാൻ കെട്ടിവെച്ചേക്കും പോലെ കെട്ടിവെച്ചിരിക്കുന്നത്. കാന്താരി ചമ്മന്തി മുട്ട പൊരിച്ചതുമായപ്പോ വിഷ്ണുവിനെ ചോറുണ്ണാൻ വിളിച്ചു. ഓന് ചോറ് വേണ്ടെന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. ഇനി ഇവിടെ നിന്ന് അവന്റെ മറ്റേ കാലം ഞാൻ തല്ലൊടിക്കുമെന്ന് പറഞ്ഞപ്പോ അവൻ സ്ഥലം കാലിയാക്കി. സംഭവങ്ങളെല്ലാം ഇടതടവില്ലാതെ റെഡിയായപ്പോ വിളമ്പലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ഒട്ടും മടിച്ചില്ല. അങ്ങനെ ചോറും കാന്താരി ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒപ്പം മീൻ പൊരിച്ചതും ചേർത്ത് കുഴച്ച് മിനിങ്ങി ഞാൻ സംതൃപ്തയായി. ബൈ ബൈ.